Hello, good morning everyone. തുല്യത പഠിതാക്കളുടെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജുനൈദ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി തുല്യത ക്ലാസ്സുകളിൽ ഇംഗ്ലീഷ് അധ്യാപനം നടത്തുന്നുണ്ട്. എല്ലാ പഠിതാക്കൾക്കും ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. വെൽക്കം all the students to the English classes. Okay. So we are going to learn the English and its importance. നമ്മൾ ഈ കാലത്ത് വളരെയധികം പ്രാധാന്യത്തോടു കൂടി പഠിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. എന്തുകൊണ്ട് നമ്മൾ ഇപ്പോഴും ഇംഗ്ലീഷ് പഠിക്കുന്നു? 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ, +2-ൽ, ഡിഗ്രിയിൽ, അതിനു മുകളിൽ എല്ലാ പഠനങ്ങളിലും ഇംഗ്ലീഷ് ഒരു പ്രധാന ഭാഷയായി ഓരോ വിദ്യാർത്ഥിയും പഠിക്കുന്നു. നമ്മൾ തുല്യത എഴുതുന്ന നമ്മൾ പോലും ഇംഗ്ലീഷ് ഒരു ഭാഷയായിട്ട് പഠിക്കുകയും പരീക്ഷ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്നു. എന്താണ് ഇംഗ്ലീഷിൻ്റെ പ്രാധാന്യം? ഇത്രത്തോളം പ്രാധാന്യം ഇംഗ്ലീഷിന് വരാനുള്ള കാരണം എന്ത്? നമുക്കറിയാം, നമ്മൾ ഇംഗ്ലീഷിനെ ഒരു ചെറിയ പേടിയോടുകൂടിയാണ് നമ്മൾ സമീപിക്കാറ്. അത്തരം പേടി വരുത്തേണ്ടതുണ്ടോ? നമ്മൾ പഠിച്ചാൽ നമുക്ക് ഇണങ്ങുന്ന, നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു ഭാഷയാണോ ഇംഗ്ലീഷ് എന്നതിനെക്കുറിച്ചൊക്കെ പലവർക്കും സംശയമുണ്ടാകും. എന്തുകൊണ്ട് ഇംഗ്ലീഷിനെ ലോകതലത്തിൽ അംഗീകരിച്ചു? വൈ ഷുഡ് യു ലേൺ ഇംഗ്ലീഷ് ലാംഗ്വേജ്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് 3-4 പോയിന്റുകളായിട്ട് പരിശോധിച്ച് നോക്കാം. ഫസ്റ്റ് വൺ, ഇംഗ്ലീഷ് ഈസ് എ ഗ്ലോബൽ ലാംഗ്വേജ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് പോലും അല്ലെങ്കിൽ ലോകതലത്തിൽ തന്നെ ഒരുപാട് ഭാഷകൾ, വ്യത്യസ്ത രീതിയിൽ എഴുത്തും വായനയും സ്ക്രിപ്റ്റും ലിപികളും ഒക്കെ ഉള്ള പലതരം ഭാഷകൾ നമ്മുടെ രാജ്യത്തും ലോകത്തുമുണ്ട്. അതിൽ എഴുതാൻ കഴിയുന്ന ഭാഷകളുണ്ട്, സംസാര ഭാഷ മാത്രമുള്ളതുണ്ട്, എഴുതാൻ കഴിയാത്ത ഭാഷകളും ഒക്കെയുണ്ട്. വ്യത്യസ്ത രീതിയിലുള്ള ഭാഷകൾ നമ്മുടെ ലോകത്ത് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ബട്ട് ഇംഗ്ലീഷ് ഹാസ് എ സ്പെഷ്യാലിറ്റി എമംഗ് ദാറ്റ് ലാംഗ്വേജസ്. ഇംഗ്ലീഷിന് അതിനേക്കാൾ കൂടുതൽ ഒരു പ്രാധാന്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ടാണ് ഇംഗ്ലീഷിനെ ഒരു ലോക ഭാഷയായിട്ട് ജനങ്ങൾ അംഗീകരിക്കുന്നത്. ഇംഗ്ലീഷ് ഈസ് എ ഗ്ലോബൽ ലാംഗ്വേജ്. ഇംഗ്ലീഷ് ഈസ് യൂസിങ് ഇൻ വേൾഡ് വൈഡ്. വെൻ വി ട്രാവലിംഗ് ഓർ വിസിറ്റിംഗ് കൺട്രീസ്, വി ക്യാൻ യൂസ് ഇംഗ്ലീഷ് ആസ് എ ലാംഗ്വേജ്. ഇറ്റ് വിൽ ഹെൽപ്പ് അസ് ടു കമ്മ്യൂണിക്കേറ്റ്. നമ്മൾ ഒരു ലോകരാജ്യം സന്ദർശിക്കുമ്പോഴോ അല്ലെങ്കിൽ യാത്രയിലാകുമ്പോഴോ ഒക്കെ നമുക്ക് ഇംഗ്ലീഷ് ഭാഷ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഭാഷയായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. മറ്റുള്ളവരുമായി സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് പേടി കൂടാതെ സംസാരിക്കാൻ കഴിയുന്ന ഒരു ഭാഷയാണ് ഇംഗ്ലീഷ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ലോകരാജ്യത്ത് ഇംഗ്ലീഷിനെ സ്വീകരിക്കുന്നത്. സോ ഇംഗ്ലീഷ് ഈസ് എ ഗ്ലോബൽ ലാംഗ്വേജ്. സെക്കൻഡ് വൺ, ഇറ്റ് ലീഡ്സ് അസ് ടു ദ വേൾഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ഇറ്റ് ലീഡ്സ് അസ് ടു ദ വേൾഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ അവസരങ്ങളുടെ ലോകത്തേക്ക് നമ്മെ കൈപ്പിടിച്ചു കൊണ്ടുപോകുന്ന ഭാഷയാണ് ഇംഗ്ലീഷ്. എന്താ അതിന് പറഞ്ഞത്? ഇഫ് യു നോ ഇംഗ്ലീഷ്, യുവർ കമ്മ്യൂണിക്കേഷൻ വിൽ ബിക്കം മോർ പെർഫെക്റ്റ്. ഇറ്റ് വിൽ ഹെൽപ്പ് അസ് ടു ഗെറ്റ് ഗുഡ് ജോബ് ഓർ ഗുഡ് ഓപ്പർച്യൂണിറ്റീസ്. ഒരാൾക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ കഴിയുമെങ്കിൽ അദ്ദേഹത്തിന് നല്ല ജോലികൾ കിട്ടാൻ സാധ്യതയുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ ലോക അവസ്ഥ. അതോടൊപ്പം തന്നെ നമ്മളൊരു ജോലിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളത് അനിവാര്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷ അറിയുന്ന ആൾക്ക് ഈ ലോകത്ത് വലിയ വലിയ സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. ദെൻ ഇംഗ്ലീഷ് വിൽ എൻറിച്ച് യുവർ പേഴ്സണാലിറ്റി. നമുക്കറിയാം, നമ്മുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ് വെളിവാകുന്നത്? ഒരാളുമായി സംസാരിക്കുമ്പോൾ, ഒരാളുമായി സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ സംസാര ശൈലി ഒക്കെ നമ്മുടെ പേഴ്സണാലിറ്റിയെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. സോ if anyone know the English language, he will get more respect and it will enrich that personality. ഒരു വ്യക്തിക്ക് ഇംഗ്ലീഷ് അറിയുന്നുണ്ടെങ്കിൽ, അദ്ദേഹം ഇംഗ്ലീഷിൽ വാക്കുകളും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയെ ഉയർത്താൻ അത് സഹായിക്കും എന്നുള്ളതാണ്. പിന്നെ ഇംഗ്ലീഷ് ഈസ് എ സിമ്പിൾ ലാംഗ്വേജ്. English is a simple language. English language has some simple alphabets
and we can learn it very easily. ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ചുരുക്കം ചില അക്ഷരങ്ങളും നിയമങ്ങളും മാത്രമാണുള്ളത്. അത് നമുക്ക് പഠിക്കുകയെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയെ അനായാസം നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഈസ് മോർ ഈസിയർ ദാൻ മലയാളം. ഒരു വിദേശി അദ്ദേഹം ഇംഗ്ലീഷും മലയാളവും ഒരുപോലെ പഠിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ മലയാളത്തിനേക്കാൾ കൂടുതൽ എളുപ്പമായിട്ട് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. നമ്മൾ കേരളത്തിൽ ജനിച്ചതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് ഭാഷ കുറച്ച് ബുദ്ധിമുട്ടാണ്, നമ്മളത് ഉപയോഗിക്കുന്നില്ല, ഉപയോഗത്തിൽ വരേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇംഗ്ലീഷ് ഭാഷ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇംഗ്ലീഷ് ഭാഷയുമായി ബന്ധപ്പെട്ട ഒരു 4 പോയിന്റാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ഓർമ്മിച്ച് വെക്കുക. ഇംഗ്ലീഷ് ഈസ് എ ഗ്ലോബൽ ലാംഗ്വേജ്. ഇറ്റ് ലീഡ്സ് അസ് ടു ദ വേൾഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി. നമ്മളെ അവസര ലോകത്തേക്ക് നമ്മളെ നയിക്കാൻ ഇംഗ്ലീഷിന് സാധ്യമാകും. ഇംഗ്ലീഷ് വിൽ എൻറിച്ച് യുവർ പേഴ്സണാലിറ്റി. നമ്മുടെ വ്യക്തിത്വത്തെ അത് വികസിപ്പിക്കും എന്നുള്ളതാണ്. ലാസ്റ്റ് വൺ, ഇംഗ്ലീഷ് ഈസ് എ സിമ്പിൾ ലാംഗ്വേജ് ടു ലേൺ. ഓക്കെ, സോ നമ്മൾ ഈ വർഷം തുല്യത പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ എങ്ങനെയാണ് ഇംഗ്ലീഷ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്, ഇംഗ്ലീഷ് എങ്ങനെയാണ് പഠിക്കുക എന്നതിനെക്കുറിച്ചാണ് നമ്മളിവിടെ നോക്കുന്നത്. ഹൗ വിൽ ബി ദ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഇൻ ഈക്വലൻസി ക്ലാസ്സസ്. ഇംഗ്ലീഷ് ക്ലാസ്സുകൾ എങ്ങനെയായിരിക്കും എന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ വി വിൽ ഹാവ് എ ടെക്സ്റ്റ് ബുക്ക്. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്, നമുക്ക് എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസ്സുകൾ പോവുക. ഇനി ആ ടെക്സ്റ്റ് ബുക്കിൽ എന്തുണ്ടാവും? അവർ ടെക്സ്റ്റ് ബുക്ക് കണ്ടെയ്ൻസ് യൂണിറ്റ്സ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പല യൂണിറ്റുകളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഇറ്റ് ഡിവൈഡഡ് ഇൻ ടു മെനി യൂണിറ്റ്സ്. ഈച്ച് യൂണിറ്റ് ഹാസ് സ്റ്റോറീസ്, പോയംസ്, ആർട്ടിക്കിൾസ് എക്സെട്ര. നമ്മുടെ മൊത്തം ടെക്സ്റ്റ് ബുക്ക് 4-5 യൂണിറ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓരോ യൂണിറ്റിലും സ്റ്റോറീസ് ഉണ്ടാവും, കഥകളുണ്ടാവും, കവിതകളുണ്ടാവും, ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ലേഖനങ്ങൾ ഒക്കെ ഉൾക്കൊള്ളുന്നതായിരിക്കും. നമ്മൾ ആ കഥകളും കവിതകളും മാത്രമല്ല പഠിക്കുക. വി വിൽ ലേൺ സം ഗ്രാമർ പോയിന്റ്സ് ഫ്രം ഈച്ച് ലെസൺ. ഓരോ പാഠത്തിലും നമ്മൾ ചെറിയ ചെറിയ ഗ്രാമർ പോയിന്റ്സും കൂടി പഠിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോവുക. പരീക്ഷ നമ്മൾ എഴുതേണ്ടി വരും, ഇംഗ്ലീഷിൽ തന്നെ എഴുതേണ്ടി വരും. അപ്പോൾ എഴുത്തിനെ സഹായിക്കുന്ന രീതിയിലുള്ള ഗ്രാമറുകൾ പഠിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോൾ കഥകളും കവിതകളും ലേഖനങ്ങളും ഒക്കെ നമ്മൾ പഠിക്കണം. ഒപ്പം ചെറിയ തോതിൽ ഗ്രാമർ പഠിച്ചുകൊണ്ട് ഇംഗ്ലീഷിനെ പതുക്കെ നമുക്ക് സ്വായത്തമാക്കിയെടുക്കാൻ ശ്രമിക്കാം. ഇങ്ങനെയാണ് നമ്മൾ നിങ്ങളുടെ ക്ലാസ്സുകളിൽ ഇംഗ്ലീഷ് എടുക്കുക. ദെൻ ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ ദ ബേസിക് ഫാക്ട്സ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. നമ്മളിന്ന് ടെക്സ്റ്റ് ബുക്ക് അടിസ്ഥാനത്തിലെ ക്ലാസ്സുകളല്ല, പകരം ഇംഗ്ലീഷിൻ്റെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളാണ് ഇപ്പോൾ നോക്കുന്നത്. ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഉടനെ കിട്ടും എന്നാണ് മനസ്സിലാകുന്നത്. അതുവരെ നമുക്ക് ഇംഗ്ലീഷിൻ്റെ ബേസിക് ഫാക്ട്സുമായി നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, ദെൻ ടോപ്പിക് 1. ഇൻ ദിസ് ടോപ്പിക് വി ആർ ഗോയിങ് ടു ലേൺ alphabets, words and sentences. So in this chapter, in this topic, we are going to study alphabets, words and sentences. 3 കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്, ഇംഗ്ലീഷ് വേർഡ്സ് and English sentences. Okay, so we are going to check some topics very details. First one, alphabets. We have known that English language has 26 letters. These are called alphabets. A, B, C മുതൽ Z വരെയുള്ള 26 അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇംഗ്ലീഷ് ഭാഷ. 26 ലെറ്റേഴ്സ് മാത്രമേ ഇംഗ്ലീഷിൽ ഉള്ളൂ അല്ലേ? ഓക്കെ. ഈച്ച് ലെറ്റർ ഹാസ് ബേസിക്കലി 2 റിട്ടേൺ ഫോംസ്. നമ്മൾ എഴുതുമ്പോൾ, ഇംഗ്ലീഷ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ചെറിയ കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇംഗ്ലീഷ് ലെറ്റേഴ്സിന് 2 തരത്തിൽ നമുക്ക് എഴുതാൻ കഴിയും. ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് സ്മോൾ ലെറ്റർ. നമുക്കറിയാവുന്ന വിഷയമാണ്. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അടുത്ത സ്ലൈഡിൽ വരും. ഓക്കെ, ഇവിടെ പഠിച്ചത് ഇംഗ്ലീഷിന് 26 ലെറ്റേഴ്സ് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ ആൽഫബറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഓരോ ആൽഫബറ്റ്സും നമുക്ക് 2 തരത്തിൽ എഴുതാം, ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് സ്മോൾ ലെറ്റർ. Then words. Second topic, words. What is word? A group of letters that form sound and meaning is called
a word. A group of letters, a group of alphabets. അക്ഷരങ്ങളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ വേർഡ് എന്ന് പറയുന്നത്. കൂട്ടം മാത്രമായ പോലെ അതിനെന്ത് വേണം? ദർ വിൽ ബി എ സൗണ്ട്, അതിനൊരു ഉച്ചാരണം വേണം. മാത്രമല്ല ആൻഡ് മീനിങ്, ഒരർത്ഥവും വേണം. അങ്ങനത്തെ ഒരു വാക്കിനെയാണ്, അങ്ങനത്തെ ഒരു കൂട്ടം അക്ഷരങ്ങളെയാണ് നമുക്ക് വാക്ക്, വേർഡ് എന്ന് പറയുന്നത്. ഒരു ഉച്ചാരണം, ഒരു അർത്ഥവുമില്ലാത്ത ചില അക്ഷരങ്ങൾ മാത്രം കൂട്ടി യോജിപ്പിച്ചാൽ അത് വാക്കാവുകയില്ല. ഫോർ എക്സാമ്പിൾ, ക്യാറ്റ്, മാംഗോ, ടീച്ചർ. ഹിയർ ഫസ്റ്റ് വേർഡ് ക്യാറ്റ്, സുപരിചിതമായൊരു വാക്കാണ് ക്യാറ്റ്, CAT അല്ലേ? അത് സി ആദ്യം വരണം, എ പിന്നെ വരണം, ടി അവസാനം വരണം. ഇപ്പോൾ ഒരാൾ എഴുതുകയാണ് TCA എന്ന് എഴുതാൻ വിചാരിച്ചാൽ അത് വാക്കല്ല. കാരണം അതിനൊരു യഥാർത്ഥ മീനിങ് ഇല്ല, യഥാർത്ഥ സൗണ്ട് ഇല്ല. ക്യാറ്റ് CAT എന്ന് എഴുതുമ്പോഴാണ് അതിന് യഥാർത്ഥ മീനിങ് വരുന്നത്. അതുകൊണ്ട് മാത്രമേ അപ്പോൾ വാക്കുകളായി മാറുകയുള്ളൂ. അപ്പോൾ ക്യാറ്റ്, മാംഗോ, ടീച്ചർ എക്സെട്ര. ഇത് എക്സാമ്പിളാണ്. ഇനി ഒരുപാട് ആയിരക്കണക്കിന് വാക്കുകൾ നമ്മളെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമുക്കൊരു ധാരണയുണ്ട്, ഇംഗ്ലീഷിൽ വാക്കുകൾ നമുക്ക് അറിയില്ല എന്ന ധാരണ ഉണ്ട്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന വാക്കുകൾ എത്ര മലയാളം ഉപയോഗിക്കുന്നുണ്ട് നോക്കിയാൽ വളരെ ചുരുക്കമായിരിക്കും. ഇപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ അല്ലേ, ഡൈനിങ് ഹാള്, സിറ്റ് ഔട്ട്, ചെയർ, സ്റ്റോർ റൂം, പിന്നെ ഫുഡ്, ബുക്ക്, പേപ്പർ, ബാഗ്, ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ ഇംഗ്ലീഷ് വാക്കുകളാണ്. നമ്മൾ സ്ഥിരം നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന അധിക വാക്കുകളും ഇംഗ്ലീഷാണ്. അപ്പം നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അത്തരം നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന വാക്കുകളെ ഒന്ന് ലിസ്റ്റ് ചെയ്താൽ നൂറുകണക്കിന് വാക്കുകൾ നിങ്ങൾ ഇംഗ്ലീഷിൽ ഡെയിലി ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഈ വർക്ക് നിങ്ങൾക്ക് സ്വന്തം ചെയ്യാം, അല്ലെങ്കിൽ ഓരോ കോൺടെസ്റ്റ് എടുത്തുകൊണ്ട്, ഇപ്പോൾ ഒരു മാർക്കറ്റ് എന്നുള്ള ഒരു വിഷയം എടുത്തുകൊണ്ട് മാർക്കറ്റ് എന്ന സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, മാർക്കറ്റ്, ഷോപ്പ്, ഷോപ്പ് കീപ്പർ, പിന്നെ എന്താ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇതൊക്കെ നമ്മൾ മാർക്കറ്റുമായി ബന്ധപ്പെട്ട പീപ്പിള് അല്ലേ, കസ്റ്റമേഴ്സ്, ഇതൊക്കെ നമുക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എഴുതാവുന്ന വാക്കുകളാണ്. ഇപ്പോൾ സ്കൂൾ, എക്സാമ്പിൾ സ്കൂള്, ബെഞ്ച്, ഡെസ്ക്, സ്റ്റുഡൻറ്റ്, ടീച്ചർ, ടേബിൾ, ഡസ്റ്റർ, ബോർഡ്, ഇങ്ങനെ എല്ലാ വാക്കുകളും ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അത് നിങ്ങൾ അത്തരം വാക്കുകൾ ലിസ്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ വാക്കുകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. ഡോണ്ട് മിക്സ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആൻഡ് സ്മോൾ ലെറ്റേഴ്സ് വൈൽ റൈറ്റിംഗ്. നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞത് ഇംഗ്ലീഷ് എഴുതുമ്പോൾ രണ്ട് തരത്തിൽ എഴുതാം, ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാം, സ്മോൾ ലെറ്ററിൽ എഴുതാം അല്ലേ. ബട്ട് വെൻ വി ആർ റൈറ്റിംഗ് എ വേർഡ് ഓർ എ സെൻറ്റൻസ്, we don't mix the capital letter and small letter in a word or a sentence. നമ്മൾ എഴുതുമ്പോൾ, ഒരു വാക്ക് എഴുതുമ്പോൾ അല്ലെങ്കിൽ സെൻറ്റൻസ് എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും മിക്സ് ചെയ്തുകൊണ്ട് എഴുതാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ ഒരു വാക്ക് ടീച്ചർ എന്നുള്ള വാക്ക്, ഫസ്റ്റ് വാക്ക് ശ്രദ്ധിച്ചോളൂ, രണ്ട് വാക്കിലും ഒരേ സ്പെല്ലിംഗ് ആണുള്ളത്. പക്ഷേ ഒന്നാമത്തെ വാക്കിൽ ചില അക്ഷരങ്ങൾ ക്യാപിറ്റൽ ലെറ്ററിലും ചില അക്ഷരങ്ങൾ സ്മോൾ ലെറ്ററിലും എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഏതാണ് ശരിയായ എഴുത്തിയ രീതി നോക്കാം. ആദ്യം എഴുതിയ രീതി തെറ്റാണ്. കാരണം അതിൽ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും മിക്സ് ചെയ്ത് വരുന്നുണ്ട് അല്ലേ. നമ്മൾ തുല്യത പഠിക്കുന്ന പഠിതാക്കൾക്കിടയിൽ വരുന്ന ഒരു പ്രശ്നമാണ് എഴുതുമ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് എഴുതുക എന്നുള്ളത്. അത് ആദ്യം തന്നെ ആ ഒരു സ്വഭാവം ആദ്യം തന്നെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. യഥാർത്ഥ രീതിയിൽ എങ്ങനെ എഴുതാം, ടീച്ചർ എന്നുള്ളത് ഇങ്ങനെ എഴുതാം. ഇതിൽ ഒന്നാമത്തെ ലെറ്റർ സ്വന്തമായിട്ടൊരു വാക്ക് എഴുതുമ്പോൾ അതിന് ഒന്നാമത്തെ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആവുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം അതോടൊപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്, ഒരാളുടെ പേര്, ഒരു സ്ഥലത്തിൻ്റെ പേര്, ഒരു ബിൽഡിങ്ങിൻ്റെ പേര് ഒക്കെ എഴുതുമ്പോൾ നമ്മൾ ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ആവണം എന്ന നിബന്ധനയും ഇംഗ്ലീഷിന്, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഇവിടെ നമ്മൾ എഴുതുന്ന സമയത്ത് ക്യാപിറ്റലും സ്മോൾ ലെറ്ററും ഒരിക്കലും മിക്സ് ചെയ്ത് പോകരുത്, അത് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തൊരു വാക്ക് ബേർഡ്സ് എന്നുള്ള വാക്ക്, ഇതിലേതാണ് ശരിയായ രൂപം നോക്കാം. യെസ്, the second word is the correct form of writing, BIRD. yes, all are small letters are used. okay, അപ്പോൾ ആ ഒരു ചെറിയൊരു ടോപ്പിക് നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. then we are going to the last and final topic. what is that? it is the topic of sentence. here we studied alphabets, words, the last one sentence.
What is a sentence? A group of words that expresses a statement, question, command, etc. is called sentence. നമ്മൾ വാക്കിനെ കുറിച്ച് പഠിച്ചപ്പോൾ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് എന്നാണ് പറഞ്ഞത്. ഇവിടെ എന്താണ്? ഇറ്റ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. അക്ഷരങ്ങൾ കൂടി വാക്കുകളാകുന്നു, വാക്കുകൾ കൂടി സെൻറ്റൻസുകളാകുന്നു, വാക്യങ്ങളാകുന്നു അല്ലേ? സെൻറ്റൻസ് എന്നുള്ളതിൻ്റെ മലയാളം വാക്യം, മറ്റേത് വാക്ക്. എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, വാക്കുകളുടെ ഒരു കൂട്ടത്തെയാണ് പറയുന്നത്. ദാറ്റ് എക്സ്പ്രസസ് ആസ് ഗ്രൂപ്പ് ഓഫ് വാക്ക് അല്ലേ? ഒരു കൂട്ടം വാക്കുകൾ ചേർന്നാൽ അത് സൂചിപ്പിക്കണം. എന്തിനെ സൂചിപ്പിക്കണം? എ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു പ്രസ്താവ്യത്തെ. ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ചോദ്യമായിരിക്കും അത്. കമാൻഡ് അല്ലെങ്കിൽ ഒരു ആജ്ഞാപിക്കലായിരിക്കും. എക്സെട്ര ഈസ് കോൾഡ് എ സെൻറ്റൻസ്. അപ്പോൾ കുറച്ച് വാക്കുകൾ ചേർന്നൊരു സെൻറ്റൻസ് ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കമാൻഡ് ആയിരിക്കും. അതുപോലുള്ള സെൻറ്റൻസുകളായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ഡീറ്റെയിൽസ് നോക്കാം. ഐ റീഡ് ബുക്ക്. ഐ റീഡ് ബുക്ക്, ഇറ്റ് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ? അതൊരു സംഗതി പറയാം നമ്മളോട്. ഞാൻ റീഡ് വായിക്കുന്നു, ബുക്ക് ഞാൻ ബുക്ക് വായിക്കുന്നു. അതൊരു വാക്യം, നിങ്ങളെ ഒരു സംഗതി നിങ്ങളെ അറിയിക്കുകയാണ്. അതിൽ പിന്നെ സംശയങ്ങളില്ല. ഐ റീഡ് ബുക്ക്. ദെൻ സെക്കൻഡ് എക്സാമ്പിൾ, രാഹുൽ പ്ലേസ് ഫുട്ബോൾ. രാഹുൽ ഫുട്ബോൾ കളിക്കുന്നു. രാഹുൽ പ്ലേസ് ഫുട്ബോൾ. സ്റ്റോപ്പ് ദർ, ഡോണ്ട് ഗോ ഫോർവേഡ്. സ്റ്റോപ്പ് ദർ, ഡോണ്ട് ഗോ ഫോർവേഡ്. ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ല. സ്റ്റേറ്റ്മെൻറ്റ് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സംശയമില്ല അല്ലേ? നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന വാക്കാണ്. ഐ റീഡ് ബുക്ക്, ഞാൻ പുസ്തകം വായിക്കുന്നു. രാഹുൽ പ്ലേസ് ഫുട്ബോൾ, രാഹുൽ ഫുട്ബോൾ കളിക്കുന്നു. അതിൽ പിന്നെ നമുക്ക് പിന്നെ മറുചോദ്യങ്ങളില്ല. ഇവിടെ നോക്കുകയാണെങ്കിൽ സ്റ്റോപ്പ് ദർ, ഡോണ്ട് ഗോ ഫോർവേഡ്, അവിടെ നിൽക്ക്, മുന്നോട്ട് പോകരുത് എന്നുള്ളതാണ്. ഇതൊരു കമാൻഡാണ്, ഇതൊരു ആജ്ഞാപിക്കലാണ്. അപ്പോൾ ഇതും ഒരു സെൻറ്റൻസിന് എക്സാമ്പിളാണ്. ലാസ്റ്റ് വൺ, ഹു ഈസ് യുവർ ഫ്രണ്ട്. ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്, ക്വസ്റ്റ്യൻ, കമാൻഡ് എക്സെട്ര ആർ ദ എക്സാമ്പിൾ ഫോർ സെൻറ്റൻസസ്. ഓക്കെ, അപ്പോൾ സെൻറ്റൻസുകൾ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. അതിന് കൃത്യമായ അർത്ഥങ്ങളുണ്ടാവും. അതിനെ നമുക്ക് 2-3 തരത്തിൽ വിഭജിക്കാം. അത് നമ്മൾ ഡീറ്റെയിൽ ആയി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കും. നമ്മൾ തുടക്കമായതുകൊണ്ട് വളരെ സിമ്പിളായ ചാപ്റ്ററാണ് നമ്മൾ എടുക്കുന്നത്. ഇനി ചെറിയൊരു കാര്യം കൂടി നമ്മൾ കൂടുതൽ പഠിക്കുന്നുണ്ട്. എന്താണത്? സെൻറ്റൻസിന് അല്ലേ? സെൻറ്റൻസിന് നമ്മൾ പഠിച്ചു. അതിൻ്റെ ചെറിയൊരു ഭാഗമാണ് എ സെൻറ്റൻസ് കണ്ടെയ്ൻസ് സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്. ഒരു സെൻറ്റൻസിനെ നമുക്ക് 2ആയി വിഭജിക്കാം. ഏതാണത്? സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്. വളരെ സിമ്പിളാണ്, ശ്രദ്ധിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും കേട്ടോ. നോക്കാം, എക്സാമ്പിൾ നോക്കാം. നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ട ഒരു എക്സാമ്പിളാണ് ഐ റീഡ് ബുക്ക്. ഞാൻ പുസ്തകം വായിക്കുന്നു. വായിക്കുന്നത് ആരാണ്? ഞാനാണ്. ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ പുസ്തകം വായിക്കണം. ഞാൻ എന്താ വായിക്കുന്നത്? പുസ്തകമാണ് വായിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ പ്രവൃത്തി ചെയ്യുന്നത് ഞാനാണ്. ബാക്കി എന്താ? ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ പുസ്തകം വായിക്കുകയാണ്. ഇവിടെ നമുക്ക് സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് ആയിട്ട് തിരിക്കാം ഇതിനെ. പ്രവൃത്തി ചെയ്യുന്നത് ആരാണോ അത് സബ്ജക്റ്റാണ്, അയാൾ സബ്ജക്റ്റ്. ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കരുത് ഇംഗ്ലീഷ് സബ്ജക്റ്റ്, അറബി സബ്ജക്റ്റ് അല്ലേ, സയൻസ് സബ്ജക്റ്റ്. ആ സബ്ജക്റ്റ് അല്ല ഇവിടെ ഉദ്ദേശിച്ചത്. ഇവിടെ പ്രവൃത്തി ചെയ്യുന്ന ആളെ ഇംഗ്ലീഷിൽ സബ്ജക്റ്റ് എന്നാണ് വിളിക്കുക. ഇപ്പോൾ ഐ റീഡ് ബുക്ക് എന്നുള്ളതിൽ സബ്ജക്റ്റ് എന്താണ്? ഐ ആണ് സബ്ജക്റ്റ്. ഞാനാണ് ആ പ്രവൃത്തി ചെയ്തത്. ഞാൻ ചെയ്ത പ്രവൃത്തി എന്താണ്? റീഡ് ബുക്ക്. അതൊക്കെ പ്രെഡിക്കേറ്റിൻ്റെ ഭാഗമായിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കിയാൽ കുറച്ചുകൂടി ക്ലിയർ ആവും. രാഹുൽ പ്ലേസ് ഫുട്ബോൾ. രാഹുൽ പ്ലേസ് ഫുട്ബോൾ. ഇവിടെ സബ്ജക്റ്റ് എന്താണ്? രാഹുലാണ്. പ്രെഡിക്കേറ്റ് ബാക്കിയുള്ള എല്ലാ ഭാഗവും പ്ലേസ് ഫുട്ബോൾ. ഓക്കെ, അപ്പോൾ രാഹുൽ എന്നുള്ളത് സബ്ജക്റ്റ് ആയി കഴിഞ്ഞാൽ ബാക്കി ആ സെൻറ്റൻസിലുള്ള എല്ലാ വാക്കുകളും പ്രെഡിക്കേറ്റിൻ്റെ ഭാഗമാണ്. ഒന്നുകൂടി നോക്കാം. ടീച്ചർ റൈറ്റ്സ് ഓൺ ദ ബ്ലാക്ക് ബോർഡ്. ടീച്ചർ റൈറ്റ്സ് ഓൺ ദ ബ്ലാക്ക് ബോർഡ്. ടീച്ചർ ബ്ലാക്ക് ബോർഡിൽ എഴുതുന്നു അല്ലേ? ഇവിടെ സബ്ജക്റ്റ് എന്താണ്? ആരാണ് സബ്ജക്റ്റ്? ടീച്ചറാണ് സബ്ജക്റ്റ്. ഓക്കെ, ബാക്കി വരുന്ന ഭാഗങ്ങളൊക്കെ പ്രെഡിക്കേറ്റിൻ്റെ ഭാഗമാണ്. പ്രെഡിക്കേറ്റ് റൈറ്റ്സ് ഓൺ ദ ബ്ലാക്ക് ബോർഡ് പ്രെഡിക്കേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. വളരെ സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷിൻ്റെ ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ നോക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട ചെറിയൊരു വർക്ക് ഞാൻ ഇതിൻ്റെ പിന്നാലെ PDF ആയിട്ട് വിടുന്നുണ്ട്. നിങ്ങളത് നോട്ട് ബുക്കിൽ എഴുതുക, എന്നിട്ട് ഫോട്ടോ ഗ്രൂപ്പിലിടുകയും ചെയ്യുക. ഓക്കെ, പിന്നെ ഇംഗ്ലീഷ് ഭാഷ നമുക്ക് പെട്ടെന്ന് സ്വായത്തമാക്കാൻ പറ്റുമെന്ന് ചില ആളുകൾക്ക് വിചാരം ഉണ്ടാവും. പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം?
നമുക്ക് ചെറിയ പുസ്തകങ്ങൾ വാങ്ങാൻ കിട്ടും, അത് വാങ്ങുക, ഗ്രാമർ പഠിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ യൂട്യൂബ് ചാനലുകൾ ഒരുപാടുണ്ട് ഇംഗ്ലീഷ് പഠിക്കാനൊക്കെ. ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കാവുന്ന യൂട്യൂബ് ചാനൽ കണ്ടെത്തിയിട്ട് പലതരത്തിലുണ്ട്. ഇംഗ്ലീഷ് സംസാരിക്കുന്നതുണ്ട്, ഇംഗ്ലീഷ് ഗ്രാമർ പറയുന്നതുണ്ട്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പറയുന്ന ചാനലുകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാനൽ നോക്കിയിട്ട് പഠിക്കാനും ശ്രമിക്കുക. അങ്ങനെ പതുക്കെ നമുക്ക് ഈ ഒരു വർഷം കൊണ്ട് ഇംഗ്ലീഷിനെ ചെറിയ തോതിലെങ്കിലും നമുക്ക് സ്വായത്തമാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പഠിച്ച കാര്യങ്ങൾ ഒന്ന് വീണ്ടും നോക്കിയിട്ട് ആ വർക്ക് ചെയ്യുക. വർക്ക് നിങ്ങൾ ഗ്രൂപ്പിലിടുകയും ചെയ്യുക. അടുത്ത ക്ലാസ് കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.